എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പ്രതിയായ കൈക്കൂലി കേസിൽ ഇടനിലക്കാർ ഭൂമിയും വീടുകളും വാങ്ങിയെന്ന് വിജിലൻസ് കണ്ടെത്തി. മൂന്നാം പ്രതിയായിട്ടുള്ള മുകേഷ് ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ വിജിലൻസിൽ ലഭിച്ചു. ഒന്നാം പ്രതി ശേഖർ കുമാറിനെതിരെ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് വിജിലൻസ് SP വ്യക്തമാക്കുന്നത്. ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന നടക്കുകയാണ് എന്ന് SP S ശശിധരൻ വ്യക്തമാക്കി. പിന്നെ ഞങ്ങൾ CCയുള്ള ഗാഡ്ജറ്റ്സ് എല്ലാം ഞങ്ങൾ അന്വേഷണത്തിന് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. പരാതിക്കാരൻ്റെ മൊഴി പ്രകാരമാണ് ഒന്നാം പ്രതിയെ FIRൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റുള്ളവർക്കെതിരെ എവിഡൻസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് നമ്മളത് അവരെ അറസ്റ്റ് ചെയ്തത്. ഇനി മറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുക. പരാതികൾ നമുക്ക് ഫോൺ വിളിച്ച് പരാതി പറഞ്ഞവരുണ്ട്. പിന്നെ മറ്റു രീതിയിൽ നമുക്ക് നമ്മുടെ പരാതി വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നു. വിനയരാജ്, ED ഉദ്യോഗസ്ഥർ പ്രതിയായിട്ടുള്ള ഈ കൈക്കൂലി കേസിൽ ഇടനിലക്കാർ ഭൂമിയും വീടുകളും വാങ്ങിയെന്നാണല്ലോ വിജിലൻസിന്റെ കണ്ടെത്തൽ. അത് അനധികൃതമായിട്ടുള്ള ഒരു വാങ്ങലാണോ? എന്താണ് അതിന്റെ വിവരങ്ങൾ? ED ഉദ്യോഗസ്ഥൻ പ്രതിയായി കൈക്കൂലി കേസിൽ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് വിജിലൻസ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ അന്വേഷണങ്ങളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇതിന്റെ പിന്നാലെ തന്നെയാണ് വിജിലൻസ് എന്ന് പറയാൻ സാധിക്കും. ഇത്തരത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇടനിലക്കാരടക്കം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഭൂമിയും മറ്റും അനധികൃതമായി വാങ്ങിയെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളായിട്ടുള്ള മോഹൻ മുരളി എന്ന് പറയുന്ന വ്യക്തി പുത്തൻവേലിക്കരയിൽ 1.5 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ കേസിലെ മറ്റൊരു മുഖ്യ പ്രതിയായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള രഞ്ജിത്ത് നായർ ആണെങ്കിലും കൊച്ചിയിലെ സിറ്റിയിൽ ഒരു വീട് വാങ്ങിയെന്നടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയ ഏകദേശം 20 കോടിയോളം രൂപ ED ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ED ഉദ്യോഗസ്ഥനായിട്ടുള്ള ശേഖർ കുമാറിനെതിരെയും അന്വേഷണം കടുപ്പിക്കുകയാണ്. അന്വേഷണം ഈ തെളിവടക്കം തന്നെ ശേഖരിക്കുകയാണെന്നാണ് വിജിലൻസ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഉടൻ തന്നെ ഇയാൾക്ക് നോട്ടീസ് നൽകുമെന്നും വിജിലൻസ് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ED ശേഖർ കുമാറിനെതിരെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചപ്പോഴും ഈ വേണ്ട രേഖകളൊന്നും തന്നെ, കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളൊന്നും തന്നെ വിജിലൻസിനോട് വാങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും വിജിലൻസ് വ്യക്തമാക്കുന്നുണ്ട്. ശേഖർ കുമാറിനെതിരെ തെളിവുകൾ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വിജിലൻസ്. കഴിഞ്ഞ ദിവസം അടക്കം തന്നെ ഇവരുടെ ഓഫീസിലും മറ്റും ഈ കൂട്ടുപ്രതികളുടെ ഓഫീസിലും മറ്റും അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഡിജിറ്റൽ തെളിവുകളടക്കം തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകളും മറ്റും ഫോർമാറ്റ് ചെയ്യപ്പെട്ട രീതിയിലെന്നാണ് വിജിലൻസ് പ്രധാനമായും പറയുന്നത്. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും വിജിലൻസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ED ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ EDക്കെതിരെ പ്രതിഷേധം അല്ലെങ്കിൽ EDക്കെതിരെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വിജിലൻസ്. ഇതിനുശേഷമായിരിക്കും ഈ നോട്ടീസ് നൽകുകയും മറ്റും ചെയ്തത്.